വേദജ ആൻഡ് വേദജ. ഹലോ. ഹലോ. റീൽസ് കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ ആരെങ്കിലും ഈ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് കാണുമ്പോൾ എവിടെങ്കിലും ഒരു അപ്പൊ റീൽസിനേക്കാളും എളുപ്പമാണ് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ. ഇൻബോക്സിൽ മെസ്സേജസ് ഒക്കെ വരാറില്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാ? പിന്നിലെ കുട്ടി സൂപ്പർ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3. പൊട്ട് എവിടുന്ന വാങ്ങിച്ചേ? പൊട്ട് വാങ്ങിച്ചത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? ബോഡി ഷേമിങ് വരാറുണ്ട്. ഡിലീറ്റ് ചെയ്ത് കളയാ, അല്ലെങ്കിൽ നല്ല മറുപടി കൊടുക്കും, അല്ലെങ്കിൽ ഇൻബോക്സിൽ പോയിട്ട് മറുപടി കൊടുക്കണമെന്നുണ്ട്. പക്ഷെ മറുപടി കൊടുത്താൽ വീണ്ടും വീണ്ടും അങ്ങനെ ചോദിച്ചു വിടും. വേദുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ പേര്, പച്ച നിറത്തിലുള്ള ഒരു 2 സാധനങ്ങൾ. പുല്ല്, പ്ലാവിന്റെ ഇല. നിങ്ങളിങ്ങനെ എപ്പോഴും ഒരുമിച്ചാണോ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇപ്പം ഒരാൾ ഇപ്പം വേറെ കസിൻസിന്റെ വീട്ടിൽ നിൽക്കാൻ പോവാ, ഒരാൾ വീട്ടിലിരിക്കുക, അങ്ങനെയൊക്കെയാണ്? അല്ലെങ്കിൽ ഫുൾ ടൈം നിങ്ങൾ ഒരുമിച്ചാണോ? ഫുൾ ഒരുമിച്ചായിരിക്കും. ഒരു വട്ടം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ തീരെ പറ്റില്ല. അപ്പൊ കല്യാണം കഴിക്കുമ്പോ എന്ത് ചെയ്യും? കല്യാണം കഴിക്കുമ്പോ എന്താ 2 വീട്ടിൽ പോണ്ടേ? അല്ലെങ്കിൽ കല്യാണം കഴിക്കുക അങ്ങനെ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ആ ഒരു മൈൻഡൊന്നും വന്നിട്ടില്ല. വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വെയിറ്റ് ലോസിന് ഒരു കാരണം. ഹായ് ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റീസ് ആണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർ ട്വിൻസ് ആണ്. ഇവർ രണ്ടുപേരെ കണ്ടാലും റീൽസിലൊക്കെ കണ്ടാൽ നമുക്ക് അറിയില്ല ഇവരിൽ ആരാണ്, ഇവർ ഏതാണെന്നൊന്നും. സോ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. നമുക്ക് വെൽക്കം ചെയ്യാം വേദജ ആൻഡ് വേദജ. ഹലോ. ഹലോ. ഞാൻ ഓൾറെഡി നമ്മൾ സംസാരിച്ചു, ഞങ്ങൾ വളരെ നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റീൽസിൽ കാണുമ്പോൾ നിങ്ങളെ മനസ്സിലായില്ല. അങ്ങനെ ആരെങ്കിലും ഇപ്പം റീൽസ് കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ ആരെങ്കിലും ഈ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടോ? റീൽസിൽ കാണുമ്പോൾ മനസ്സിലായില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ എവിടെങ്കിലും ഒരു നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ ഓരോ ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ റീൽസിനേക്കാളും എളുപ്പമാണ് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ. ഓക്കെ, നമ്മളിപ്പോൾ കുറേ വീഡിയോസ് ഇൻസ്റ്റയിൽ ചെയ്യുന്നുണ്ട്, എന്നാലും വൈറലായ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. സോ ഇതുപോലെ ഒരുപാട് റീൽസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മേധജയുടെ ഇവിടെ ഒരു വെട്ടുണ്ട്, ഒരു വെട്ടാണോ? അതെന്ത് പറ്റിയതാ? അത് ചെറുപ്പത്തിൽ വീണതാ. നമ്മൾ അണ്ണൻ തമ്പി പറയില്ലേ, മറുകൊള്ളപ്പോ അതുപോലെ ആ ഒരു വെട്ട് വെച്ചിട്ട് മനസ്സിലാവും മേധജയാണ്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്തിട്ട് പിന്നീട് ഇൻസ്റ്റയിലേക്ക് വന്നതാണോ? ഞങ്ങൾ ഇൻസ്റ്റയിൽ ഞങ്ങൾ അധികം ആദ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ടിക്ടോക്കിൽ സമയത്ത് ടിക്ടോക്ക് ചെയ്യായിരുന്നു. വേറെ റീല് ചെയ്യാൻ കൂടുതൽ താല്പര്യം വേദനായിരുന്നു. ഓക്കെ. ഞങ്ങൾ റീല് സ്റ്റാർട്ട് ചെയ്യണത് ഞങ്ങൾ പെയിന്റ് ചെയ്യും. അപ്പൊ ആ ടൈമിൽ ഇങ്ങനെ പെയിന്റിങ്ങിന്റെ റീല് വരയ്ക്കണ റീൽ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണതാണ് നമ്മുടെ പേര് വെച്ചിട്ട്. പിന്നെയാണ് ഇങ്ങനെ റീൽ ഇടാന്നുള്ളൊരു ടിക്ടോക്ക് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്ടോക്കിൽ ഇങ്ങനെ റീച്ച് ആയി വരുന്ന ആ ടൈമിലാണ് ടിക്ടോക്ക് ബാൻ ആയി പോയത്. പിന്നെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ടൈമിൽ ഒരു ബോധം ഉണ്ടായിരുന്നില്ല. പിന്നെ റീൽ ചെയ്യാൻ ഇൻസ്റ്റയില് ഓപ്പൺ ഉണ്ട്, ചേച്ചിയാ തുടങ്ങി തരുന്നത് നമ്മുടെ പേര് വെച്ചിട്ട്. പിന്നെ ഞങ്ങള് ഓരോ പേരാക്കി അങ്ങനെ തുടങ്ങി ആണ് ഇവിടെ. ഓക്കെ. ഇപ്പം എന്താ ചെയ്യുന്നത്? പഠിക്കാന്ന് പറഞ്ഞു, 10th കഴിഞ്ഞ് നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പം റിസൾട്ട് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കുന്ന കുട്ടികളാണോ? ഞങ്ങള് മാക്സിമം കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ റിസൾട്ട് വരുന്നു, ഇത് തള്ളാണ് സത്യമാണ് നമുക്കറിയണം. ഓക്കെ. ഇപ്പൊ നമ്മള് ഇങ്ങനെ നിങ്ങളെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പം ബമ്പർചിരി ചെയ്തു, അതേപോലെ വേറെ ഏതൊക്കെ ഷോസിൽ പോയിട്ടുണ്ടോ? ബമ്പർചിരിയിലാണ് TV ഷോസ് ആയിട്ട് ബമ്പർചിരിയിലാണ് പോയിട്ടില്ല. പിന്നെ വേറെ ഒരു TV പ്ലാറ്റ്ഫോം ആയിട്ട് വേറെ ഒന്നും പോയിട്ടില്ല. ഓക്കെ. ഞാൻ ഈ ബമ്പർചിരി കാണുന്ന സമയത്ത് ഇല്ലം ബേസ് ചെയ്തിട്ടുള്ള കഥകളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ആഹാ. അയ്യോ, എന്തോ ഒന്നുമില്ല, എന്തോ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഞാൻ മറന്നേ. പാലക്കാടാണ് സ്ഥലം. ഓക്കെ. ഇപ്പം ഈ നമ്മൾ പൊതുവേ ഇപ്പം ട്വിൻസ് എന്ന് പറയുമ്പോൾ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഒരാളൊരു
കൊള്ളത്തരം ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പറയുമല്ലോ ഞാനല്ല ചെയ്തേ അവളാ ചെയ്തേ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്? ഞങ്ങൾ അങ്ങനെ പൊതുവെ ഞങ്ങൾ പറയാറില്ല. ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ചെയ്യാറില്ല. ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഞ്ഞ് അങ്ങനെ വല്ലതും ആവും. പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. നല്ല കുട്ടികളാണ്. അന്ന് ഇവിടെ ഇരിക്കുന്നതാണോ? സ്കൂളിൽ എങ്ങനെയാ കുട്ടികളിലേക്ക് ഇപ്പൊ കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ആയാലോ, അപ്പൊ എങ്ങനെയാ സ്കൂളിലെ കുട്ടികളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ? കുട്ടികളെ വന്നിട്ട് റീൽ ഇടാറില്ലേ എന്നൊക്കെ ചോദിക്കും. അല്ല പുതിയ റീൽ ഇറങ്ങാറില്ലേ? റീൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചിട്ട് അവര് കയറും. പിന്നെ നമ്മളിങ്ങനെ ട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ പോകും. വേറെ ക്ലാസ്സിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഫുള്ള് ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഡാൻസിന്റെ റീലൊക്കെ ഇട്ടാ അവര് ആക്ഷൻ വെച്ച് ഞങ്ങൾ കളിയാക്കാൻ നമ്മൾ. ഓക്കെ. ഞാനിപ്പോ നിങ്ങളുടെ ഇപ്പൊ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കുന്ന സമയത്ത് ഞാൻ വേറൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ ആദ്യം ഞാൻ കാണിച്ചു തരാം. നമുക്ക് അവരെ കുറിച്ച് ഈ വീഡിയോ ഇത് എത്ര നാൾ മുന്നത്തെയാ? ഇത് ഞങ്ങള് ഹാക്കാറിന് മുന്നിട്ടതായിരുന്നു. ഇത് അത്യാവശ്യം നല്ല റീച്ച് കയറിയ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഹാക്കായ ശേഷം അവര് അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ റീപോസ്റ്റ് ചെയ്തത് അറിയില്ലേ. ഓക്കെ. ഇത് ഇത് ഫുള്ള് ഇത് വെച്ച് കൊറേ ട്രോൾ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഇത് ഞങ്ങൾ രണ്ടാളെയും കണ്ട ഒരേപോലെ പറഞ്ഞിട്ട് നിറച്ച് കമന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതുള്ളതായിരുന്നു. പക്ഷെ ഈ ഒരു മേക്ക് ഓവർ ഇപ്പം ഈ ലുക്കും നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ടൈമില് ഹെയർ ഉണ്ടായിരുന്നു. എപ്പോഴും മുടി വെട്ടാൻ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, മുടി വെട്ടാൻ തീരുമാനിച്ച ലൈഫ് ചേഞ്ച് ചെയ്യും എന്നൊക്കെ ഗേൾസിന്റെ കാര്യത്തില്. അത് എപ്പോഴും ഹെയർ കട്ട് ചെയ്യാൻ തീരുമാനിച്ച് ഞങ്ങൾക്ക് ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല ലോങ് ഹെയർ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചേഞ്ച് ഞങ്ങൾക്ക് ബോധം വെച്ച ആ ഒരു ടൈം മുതൽ ഞങ്ങൾ ഇങ്ങനെ വെട്ടിയിട്ടില്ല, ഷോർട്ട് ഹെയർ ആക്കിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു വട്ടം എന്തായാലും ആക്കി വെക്കണം. ടൈം ഇങ്ങനെ ടോണിയങ്കൈ കൊളാബിന് താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഓക്കെ എന്നാ എന്തായാലും ചെയ്യാന്നുള്ള ഒരു ഇതില് ഇപ്പൊ നിങ്ങൾ കുറച്ചുകൂടി വൈറലായി, കുറെ ഫാൻസ് ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയല്ലോ ആൾക്കാരും. പബ്ലിക്കിൽ പോകുമ്പോ ഇപ്പൊ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സും വീട്ടുകാരും അങ്ങനെയല്ലേ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ വേദുവും വേദൂന്നും. പബ്ലിക്കിൽ പോകുമ്പോ ആൾക്കാർക്ക് മാറിപ്പോവാറില്ലേ? ഞങ്ങള് പബ്ലിക് ഞങ്ങൾ VM അപ്പൊ ഇത് VML ആ ഒരു ഇത് അതായത് മേദിനോട് വന്നിട്ട് വേദല്ലേ അപ്പളാവും ചിലപ്പോ മാറിപ്പോലെ ഞാനല്ല വേദു ഞാൻ മേദ പറയും. അങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആവാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ ഷെയർ ചെയ്യാൻ? ഞങ്ങൾ ഈ അടുത്തൊരു ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമില് 5 ദിവസത്തെ ക്യാമ്പാ. അപ്പൊ ആ ഒരു ഏട്ടൻ പറഞ്ഞു എനിക്ക് എല്ലാരെയും മേതുവിനും തിരിച്ചറിഞ്ഞു. അപ്പൊ മേതു ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ പറഞ്ഞു ഇത് മേതു ആള് പറയാ എനിക്ക് മേതുവിനും തിരിച്ചറിഞ്ഞു, ഇത് മേതു നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നത് വേദു, ഇവിടെ ഇരിക്കുന്നത് മേതുവായിരുന്നു. അപ്പൊ ഞങ്ങക്ക് ഭയങ്കര ആള് കറക്റ്റ് ആണ്, ഞാൻ പഠിച്ചെന്നുള്ളതിൽ പറഞ്ഞു തെറ്റിപ്പോയി. ഓക്കെ. ഇപ്പൊ ഞാനിങ്ങനെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടു ഫിലിമിലേക്ക് ഒരു പിച്ച് വെച്ച് തുടങ്ങിയിട്ടുണ്ട്, അഞ്ചരക്കള്ളൻ. അതിലെങ്ങനെയായിരുന്നു ക്യാരക്ടർ? അതിലൊരു പൊറാട്ട് നാടകത്തിന്റെ ആ ഡാൻസ് കളിക്കണ ഒരു ഇതിലായിരുന്നു. ഓക്കെ. ഇനിയിപ്പോ വേറെ ഓഫേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയോ സിനിമയിൽ? വേറെ ഒരു ആക്ടിങ്ങിന്റെ മൂവിയുടെ ഭാഗമായിട്ട് ആക്ടിങ് ക്യാമ്പായിരുന്നു ഈ ഞാൻ നേരത്തെ ഇൻസിഡന്റ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്? ഇപ്പൊ കമന്റ്സ് ഓൾറെഡി വരും, അതുകൂടാണ് ഇൻബോക്സിൽ മെസ്സേജസ് ഒക്കെ വരാറില്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാ? പിന്നിലെ കുട്ടി സൂപ്പർ. എപ്പോഴും പിന്നിൽ നിൽക്കുന്ന കുട്ടിയാണ്. ഓക്കെ. മേതിന് എപ്പോഴും ബാക്കിൽ നിന്നിട്ട് വീഡിയോ എടുക്കാൻ ഇഷ്ടം. എന്താ എനിക്ക് ഞാൻ ഭംഗി തോന്നാ. അങ്ങനെ ആ ഒരു ആ സൈഡിൽ നിന്നിട്ട് ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ ആ സൈഡിൽ കണക്കി പെങ്ങാനും ഞാൻ പിടിച്ച ഇപ്പുറത്തേക്ക് ഇട്ട അപ്പൊ പറയുന്നത് പിന്നെ പോയിരുന്നോളൂ, വേറെ ഫ്രണ്ട് പോയിരുന്നോളൂ, ഞാൻ പിന്നിലേ നിൽക്കുള്ളൂ. നമുക്ക് എന്തായാലും ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് പോവാം, ഒന്ന് ചില്ലാവാൻ. ഓക്കെ. സെഗ്മെന്റ് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, ലെറ്റർ ചാലഞ്ച് ആണ്. ഞാനൊരു ലെറ്റർ തരും ഒരാൾക്ക്, പിന്നീട് നമുക്ക് ബാക്കി രണ്ടുപേരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ ലെറ്റർ വെച്ചിട്ട് വേണം ആൻസർ പറയാൻ. സിമ്പിൾ ആണ്. ഓക്കെ. ഫസ്റ്റ് വേദൂന് വരാം. ഇവിടുന്നും ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടോ. എങ്ങനെയാ വന്നേ? പനയില് ഒരു യക്ഷിയാണോ? ആണോ? പാടോ? അങ്ങനത്തെ പാടില്ല, ലോജിക് ഒന്നും ആലോചിക്കണ്ട, ബട്ട് പാവിച്ച് തന്നെ ആൻസർ പറയണം. ഓക്കെ. രാവിലെ എന്താ കഴിച്ചത്? പഴം. ഡ്രസ്സ് ആണോ വാങ്ങി? പരപ്പനങ്ങാടി. ഈ കുട്ടിയുടെ പേരെന്താ? പാനു.
കൂടെ ആരൊക്കെയാ വന്നേക്കുന്നത്? പാപ്പയും പാപ്പനും. സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? പരപ്പു. എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമില്? 10,000. 10,000 ഉണ്ടോ? മാസം എത്ര വരുമാനമുണ്ട്? 10, 12 15. അതെ. ഈ കുട്ടിയിൽ ഇഷ്ടമില്ലാത്തൊരു ക്വാളിറ്റി എന്താ? ഇഷ്ടമില്ലാത്തൊരു സാധനം, കാര്യം? പാത്രം കഴുകണത്. പാത്രം കഴുകണ ഇഷ്ടമല്ല അല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വേണ്ട അത് വേണ്ട. ഓക്കെ, ഇദ്ദേഹം ഉണ്ടാക്കുന്നതിൽ ഫേവറേറ്റ് ഫുഡ് ഏതാ? പനീർ. സിനിമ കാണാറുണ്ടോ? അല്ല, കാണാറുണ്ടോ? ഓക്കെ, കൊറേ ചാൻസ് വന്നു. ഓക്കെ, ഇവിടെ സിനിമ കാണാറുണ്ടോ? മിക്കവാറും. ഇഷ്ടപ്പെട്ട ഹീറോ ആരാ? മിക്ക ആൾക്കാരും ഉണ്ടാവാറുണ്ട്. ഇഷ്ടമാവാറുണ്ട്. ഓക്കെ, ഒരു ഇഷ്ടപ്പെട്ട 3 സിനിമയുടെ പേര് പറ. മീശമാധവൻ, മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ. രണ്ടെണ്ണം. ഓക്കെ, ശരി. എന്താ രാവിലെ കഴിച്ചേ? മീനും പുട്ടും. വെജ് എന്നല്ലേ പറഞ്ഞേ? വെജാണ്. ഔട്ടായി. അങ്ങനെയല്ല കളി. ഒക്കെ ഒരു കാര്യം തരാം. ഇല്ലത്ത് ഇല്ലാത്തൊരു സാധനം? മീൻ. അതുള്ള. ഓക്കെ, ഇപ്പം ഇൻസ്റ്റയിൽ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം ഓർത്തിരിക്കുന്ന ഒരു ഫോളോവറിന്റെ പേര്? മീനാക്ഷി. ഇന്ന് എത്ര ഇന്റർവ്യൂസ് കൊടുത്തു? 3 ഓക്കെ, ഈ കുട്ടിയുടെ പേരെന്താ? മീല. മീല. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3. പൊട്ട എവിടുന്ന വാങ്ങിച്ചേ? പൊട്ട് വാങ്ങിച്ചത് ഓക്കെ, എന്നോട് ചോദിക്കേ. അക്ഷരം. ഏതക്ഷരം? വാ. പേര്? വീണ. ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംഭവം? വെറുതെ ഇരിക്കുക. ഇന്നെന്താ കഴിച്ചേ? വെണ്ടക്ക കറിയും ചോറും. ഇഷ്ടപ്പെടാത്ത കാര്യം? വിക്സ് എടുത്ത് കണ്ണി തേക്കുന്നത്. കസിന്റെ പേരെന്താ? വേലായുധൻ. കൃഷ്ണന്റെ പേരെന്താ? വിഷ്ണു. ഏത് വിഷ്ണു? ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ നോക്കാറില്ല റീല്? വിഷ്ണുവിന്റെ റീല് ക്രഷ് ആണല്ലോ. ഇഷ്ടപ്പെട്ട ദിവസം? വെള്ളിയാഴ്ച. ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏറ്റവും ഇഷ്ടം? വെണ്ണില ചന്ദനക്കിണ്ടു പിന്നെ എടുക്കായില്ല. കഴിഞ്ഞു. പിന്നെ സൂപ്പർ. നിനക്ക് ഈ ഗെയിം അറിയില്ല അല്ലേ? കണ്ടുണ്ട്. ചെയ്തോ? ഫസ്റ്റ് ടൈമാ. നമുക്ക് ഇന്റർവ്യൂലേക്ക് വരുമ്പോ ഇപ്പൊ എന്നോട് ക്രഷ് ചോദിച്ചില്ലേ, നിങ്ങക്ക് ഇങ്ങനെ ക്രഷ് ആണ് ഇഷ്ടാന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഒക്കെ വരാറുണ്ടോ? മെസ്സേജ് ആണോ വരുന്നത്? നേരിട്ട് വന്ന് പറയൂ. ഇപ്പം വേദുവിനെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് പറയാ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറയില്ല. ഇപ്പൊ വേദുവിനെ ഇഷ്ടാണെന്ന് എന്നോട് വന്ന് പറയും. വേദനോട് ചോദിച്ചിട്ട് പറയല്ലേന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരാറുണ്ട്. അത് വീട്ടിൽ വന്ന് പറയാറുണ്ടോ? അമ്മയ്ക്ക് ഭയങ്കര കമ്പനിയാണോ? ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും കൂടുതൽ ഇപ്പം അമ്മയുടെ അടുത്തൊന്നും വീട്ടിൽ നിന്നൊക്കെ വഴക്കേക്കുന്ന എന്തിനാ? സത്യം പറഞ്ഞാൽ അമ്മയുടെ നിന്ന് വഴക്ക് കേട്ടത് കുറവാ. ഒരു ഘട്ടം എങ്ങാനും ഞങ്ങക്ക് കേട്ട, പിന്നെ കേട്ടിട്ടില്ല. ഞങ്ങക്ക് അങ്ങനെ കേട്ടിട്ട് അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും ആദ്യം ഒരു വീഡിയോ, ഫസ്റ്റ് ഒരു വീഡിയോ വൈറലാവുമല്ലോ എല്ലാവരുടെയും, പിന്നെയാണല്ലോ നമ്മൾ കയറുന്നത്. ഇപ്പൊ ഏറ്റവും ആദ്യം വൈറലായ ഒരു വീഡിയോ ഏതായിരുന്നു? അത് ഞങ്ങളുടെ കസിന്റെ വീട്ടിലേക്ക് പോകുമ്പോ വെറുതെ എടുത്തതാ. ആ ടൈമിൽ രണ്ടാളും കൂടി ഇടുന്ന വീഡിയോസ് കുറവായിരുന്നു. ആദ്യമായിട്ട് ഫസ്റ്റ് സെക്കൻഡ് റീലോറ്റാണ് രണ്ടാളും കൂടി ഇരിക്കണത്. അതാണ് പെട്ടെന്ന് റീച്ച് കയറിയത്. പിന്നെ ഫോളോവേഴ്സും കയറി തുടങ്ങി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്കും ഇങ്ങനെ ഒരു ഇതായി, രണ്ടാൾക്കും കൂടി ചെയ്യാൻ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ആസ്വദിക്കാൻ തുടങ്ങി ഒന്നുകൂടി. അപ്പൊ സെറ്റായി. പിന്നെ രണ്ടാൾക്ക് ഇപ്പൊ എനിക്ക് ചെയ്യാൻ മുന്നേ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല വീഡിയോ. ഇപ്പൊ പിന്നെ ഇഷ്ടമായി. ഓക്കെ, നമ്മൾ വേറൊരു സെഗ്മെന്റ് ആണ്. എന്താന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇവര് വഴക്കടിക്കാറില്ല, ഇവര് നല്ല കുട്ടികളാണ്, ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് അത് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ സ്ലേറ്റ് വന്നിട്ടുണ്ട് രണ്ടുപേർക്കും. അപ്പം ഞാനിങ്ങനെ ചോദിക്കും ഓരോരുത്തരുടെ ഫേവറേറ്റ് ഇഷ്ടങ്ങൾ അതൊക്കെ ചോദിക്കും. അപ്പം കറക്റ്റ് ആയിട്ട് എഴുതണം. ഞാൻ എഴുതുന്നത് വേദന ഇഷ്ടമുള്ളതാ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വൺ വേദു. ഓക്കെ, വേദുയുടെ ഫേവറേറ്റ് കളർ രണ്ടുപേരും എഴുതണം. വേദുവിന്റെ എഴുതിക്കും, വേദുവിന്റെ എഴുതിക്കും. എന്താ? ബ്ലൂ. ഓക്കെ, ടിക്ക് ചെയ്തോ. ഓക്കെ, മേധുവിന്
പോകാൻ ഇഷ്ടമുള്ള ഒരു പ്ലേസ് പക്ഷെ ഇതുവരെ പോയിട്ടില്ല? രണ്ട് സ്ഥലമുണ്ട് പക്ഷെ മറ്റേ സ്ഥലം എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഞാൻ 2 എഴുതിയിട്ടുണ്ട്. ഒരെണ്ണം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഇത് വേണ്ട. ഏതാ? കുണു മണാലി. കുളു മണാലി. മണാലി. ഓക്കെ, കറക്റ്റ്. അടുത്തത് മേതുടെ ഫേവറേറ്റ് ഫുഡ്. ഫേവറേറ്റ് ഫുഡ് മേതുടെ കേട്ടോ, ഒരെണ്ണല്ല എഴുതാൻ. വേദുന്റെ മേതുടെ ഏതാ? ഗീ റൈസ് ദാൽ. മസാല ദോശ. തെറ്റി അരുണം തെറ്റി. ഓക്കെ, വേദുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ പേര്. അത് എഴുതിക്കാൻ ചെറിയ പാട്ട്. അയ്യോ എഴുതണം. ഓക്കെ, ആ പേരിന് ഫസ്റ്റ് ലെറ്റർ എഴുതിയാലും മതി. അതെ, എൻ്റെ ഫസ്റ്റ് ലെറ്റർ. ഇനി പേര് എഴുതിട്ട് ഇനി ആളെങ്ങാനും കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി വിഷമമുണ്ടോ? എഴുതിയോ? അവിടെ കഴിഞ്ഞു. ഞാൻ എഴുതിയിട്ടില്ല. എഴുത്, ലെറ്റർ മാത്രം എഴുതിയാൽ മതി. ഇനി പേര് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. എഴുതിയോ? എന്താ? ഞാൻ എഴുതി. ആ ഓക്കെ, ഇനി പറ ആരാ? എന്തിഷ്ടല്ലാത്ത പറ. എന്തിഷ്ടല്ലാത്ത? എന്തുകൊണ്ട് ഇഷ്ടല്ലാത്ത? ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. ആ പിന്നെ ഭയങ്കര ഈ കൊഞ്ചു കഴിയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു മാതിരി. പിന്നെ നമ്മുടെ ഒപ്പം ചിരിച്ചു നിന്നിട്ട് അപ്പുറത്ത് പോയിട്ട് നമുക്കിട്ട് പണി തരും. ആ ഒരു അത് തീരെ പിടിക്കാത്ത സ്വഭാവമാണ്. ഇഷ്ടം. പക്ഷെ അവര് ആ വ്യക്തിനായിട്ട് നിങ്ങൾ ചിരിച്ച് സംസാരിക്കാറുണ്ടോ? സംസാരിക്കാറുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അടുത്തത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട സിനിമ, തിയേറ്ററിൽ പോയി കണ്ടത്. ലേറ്റസ്റ്റ് ആദ്യമായിട്ട് ആദ്യമായിട്ടോ? തിയേറ്ററിൽ പോയി കണ്ട ആദ്യമായിട്ട് എന്നാ പോടെ ലാസ്റ്റ് കണ്ടത്. അപ്പൊ ആദ്യം കണ്ടത് എഴുതണം. അടുത്തത് ആദ്യം കണ്ടു. ഏതാ? അഞ്ചക്കളൊക്കെ. ഇനി ആദ്യം കണ്ടത്. ആദ്യം കണ്ടതോ ഒരുമിച്ച് തിയേറ്ററിൽ. ഫസ്റ്റ് കണ്ടത് അത് ഓർമ്മയില്ല. ഇടയിലുള്ള അന്ന് ഓക്കെ, വേറെ ചോദിക്കാം. മേതുവിന് തീരെ ഇഷ്ടമല്ലാത്തൊരു സിനിമ. ഇഷ്ടമല്ലാത്ത സിനിമ മേതുനോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, എല്ലാം കാണുന്നത്. ഓക്കെ, എന്നാ വേറെ ചോദിക്കാം. മേതു ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പാട്ട്. ഏറ്റവും കൂടുതൽ എപ്പോ നോക്കിയാലും ഈ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, അങ്ങനെ പറഞ്ഞായിരിക്കും. ഏതാ? അയ്യോ, ഒന്ന് മാറ്റി എഴുതട്ടെ. അല്ല, ഞാൻ പറഞ്ഞാ മതിയോ? മാറ്റി എഴുതിക്കോ. മാറ്റി എഴുതട്ടെ. എന്താ? 2 എണ്ണം ഉണ്ടായിട്ട് മേതു എഴുതാന്നൊക്കെ ഒരു ഇതുണ്ട്. ഏതാ? മലബാറി വെക്ക. ഞാൻ ചാഞ്ചാടിയടി. ഏതാ? മേതുവേ ചാഞ്ചാടിയാടി വന്നിട്ട് ഉറങ്ങണതില്ലേ, അത് കേട്ട് എപ്പോഴും ഉറങ്ങിപ്പോ. ഓക്കെ, ഞാൻ അടുത്തത് വേദു ഇട്ടിരിക്കുന്ന നെയിൽ പോളിഷിന്റെ കളർ നോക്കരുത്. കളറൊക്കെ അറിയില്ല, പക്ഷെ സെയിം ആണ്. ഒരു വയലറ്റ് പോലത്തെ ഒരു കളറ്. ഞാൻ നോട്ടീസ് ചെയ്യില്ലെന്ന്. ഓക്കെ, അത് വേണ്ട, ക്യാൻസൽ. രാവിലെ ഞാനെടുത്തത്. ആണോ? നിങ്ങൾ സെയിം നെയിൽ പോളിഷ് ആണ് ഇടാറ്? ചിലപ്പോ മേതുവിന് ഇഷ്ടമുള്ള കളറൊക്കെ ഇഷ്ടപ്പെടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മേതുവിന് ഇഷ്ടമല്ലാത്ത കളർ? മേതുവിന് ഇഷ്ടമല്ലാത്ത കളറോ? ഇഷ്ടമല്ലാത്ത കളർ എന്താ? യെല്ലോ. യെല്ലോ, മഞ്ഞ. ഇവർക്ക് എല്ലാം അറിയാട്ടോ. ഓക്കെ, വേദുടെ ഏറ്റവും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്. എന്ത്? മേതുടെയോ? അതല്ല, പേര്. പേരെഴുതിയ പ്രശ്നമുണ്ടോ? ഇല്ല, എഴുതിക്കോ. നേരത്തെ ഞാൻ പറഞ്ഞ എന്താ ക്ലോസ് ഫ്രണ്ട്, അധികം വിളിക്കുന്നു, അങ്ങനെ ആ ഒരു ഇതല്ലേ. അങ്ങനെയല്ല, ഭയങ്കര കമ്പനി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ, അത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. വേദുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, അതാരാ? അമ്ന. കൊല്ലെ
വായിക്ക്, രണ്ടുപേരും അത് വായിക്ക്. ഞാൻ മേതുന്ന് എഴുതിയേ. അയ്യോടാ, സോറി ഇത് കണ്ടോ പാവംകുട്ടി. ഓക്കെ, ഇതൊരു നടക്ക് പോവില്ല. ഞാൻ ഇല്ല. അടുത്തത്, വേദുവിന് കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു ആക്ടർ, നേരിട്ട് കാണാൻ ഭയങ്കര ഫാനാ ആ ആക്ടറുടെ. ആക്ടറോ ആക്ട്രസോ ആരാണെങ്കിലും. എഴുതിയോ? ആരാ? മമ്മൂട്ടി. ഭാഗ്യം. വേദുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഏതാ? റോസ്. ഓക്കെ. അടുത്തത്, മേതു ഭയങ്കരമായിട്ട് വിഷമം വന്ന എന്താ ചെയ്യുന്നത്? മേതുവിന് ഭയങ്കര വിഷമം വന്നു, അപ്പൊ മേതു എന്താ ചെയ്യാ? അല്ല പറഞ്ഞത് വേണ്ട, എഴുതണോ? വേദുവിന്റെ അടുത്തേക്ക് ചെല്ലും. എന്താ? കുക്ക് ചെയ്യും. കുക്ക് ചെയ്യാൻ വിഷമം വന്ന എന്തുണ്ടാക്കാം? അതിന് ഇഷ്ടപ്പ തോന്നിട്ടുണ്ടാക്കും. ഓക്കെ. ശരിക്കും കുക്ക് ചെയ്യാറുണ്ടോ വിഷമം വന്ന? അമ്മ ഏതുവിന്റെ അടുത്തേക്ക് പോകുന്നു പറഞ്ഞതോ? വേദുവിന്റെ അടുത്തേക്ക് പോകും. പിന്നെ എന്തെങ്കിലും എന്റെ അടുത്തേക്ക് പോയിട്ട് ചർച്ച ഉണ്ടാവും ഇവിടെ. ആ, ഓക്കെ, സൂപ്പർ, നല്ല അടിപൊളി. എത്ര പോയിന്റ്സ് ഉണ്ട്? എത്ര തെറ്റി? 2 മൂന്നെണ്ണം തെറ്റി. പക്ഷെ എന്നാലും ഇവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഗൈസ്. ഓക്കെ, സൂപ്പർ. ഇപ്പം നിങ്ങൾ ട്വിൻസ് ആണ്, എന്നാലും ഇപ്പൊ ഇങ്ങനെ പറയില്ല, ഇപ്പം ട്വിൻസ് ആണെങ്കിൽ 1 മിനിറ്റ് മുന്നേ ജനിച്ചത് ഇന്നാളാണ്, അങ്ങനെ നിങ്ങൾ ആരാ ആദ്യം ജനിച്ചത്? ആണ്. എത്ര ടൈം വ്യത്യാസമുണ്ട്? 7 മിനിറ്റ് വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയാ? നിങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം വിഷ് ചെയ്യുന്നത്? ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ചിലപ്പോ ഉറങ്ങിപ്പോവും. പിന്നെ ഓപ്പോള് വന്നിട്ട് രണ്ടാളും വിഷയം. ഓക്കെ. പിന്നെ അച്ഛൻ പിന്നെ അവിടെ ഉണ്ടാവും, സ്ഥലത്ത് ഉണ്ടാവാറില്ല ഇടയ്ക്ക്. പിന്നെ നിങ്ങൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ടോ? ഞങ്ങൾ പ്ലാൻ ചെയ്യും, നടക്കില്ല. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ, ഇപ്പൊ പോവാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം, ഇപ്പൊ മണാലി എന്ന് പറഞ്ഞു, എന്തുകൊണ്ടോ ആഗ്രഹം? മഞ്ഞില് കളിക്കാൻ. ഓക്കെ ഓക്കെ. നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ട്രിപ്സ് ഒക്കെ പോയിട്ടുണ്ടോ? ഓ, 10 ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് കുറവാ. ഞങ്ങൾ ഇനിയിപ്പോ പോണം എന്നൊക്കെ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ട് നിൽക്കണം. എവിടെയാ? മണാലി. അതായിരുന്നു ഫസ്റ്റ് പ്ലാൻ. പിന്നെ വേറെ കുറെ ഇത് വന്നിട്ട് അതിപ്പോ എന്തായാലും നടക്കില്ല എന്നുള്ളൊരു മട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കുഞ്ഞ സ്ഥലം നോക്കിയിട്ട് ആദ്യം കുഞ്ഞ സ്ഥലം പോയിട്ട് പിന്നെ അതേതായിരുന്നു ആദ്യം പ്ലാൻ ചെയ്ത സ്ഥലം? മണാലി തന്നെ. മണാലി തന്നെ. ഞങ്ങൾ രണ്ടുപേരും ഓപ്പളും കൂടിയിട്ട് പോകണം, ഞങ്ങൾ 3 പേരും കൂടി പോകണം വെച്ചിട്ട്. അതിപ്പോ എന്തായാലും മാറ്റി, ഇനി വേറെ ഏതെങ്കിലും സ്ഥലം ഞങ്ങൾ നോക്കി. ഓക്കെ, ശരി. ഇപ്പം നമ്മളിപ്പോ കുറെ പോസിറ്റീവ് കമന്റ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? കമന്റ്സോ മെസ്സേജസോ? കമന്റ് ഒക്കെ വരാറുണ്ട്. എന്താ വരുന്നേ? നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ബോഡി ഷേമിങ് വരാറുണ്ട്. അതിനെങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നല്ല മറുപടി കൊടുക്കും, അല്ലെങ്കിൽ ഇൻബോക്സിൽ പോയിട്ട് മറുപടി കൊടുക്കും? മറുപടി കൊടുക്കണമെന്നുണ്ട്, പക്ഷെ മറുപടി കൊടുത്താൽ വീണ്ടും വീണ്ടും അങ്ങനെ ചോദിച്ചു വിടും. അത്രയും ബോർ കമന്റ് ആണെങ്കിൽ ഹൈഡ് ചെയ്ത് കളയും, അല്ലെങ്കിൽ കിടന്നോട്ടെ വിചാരിക്കും. ഓക്കെ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എത്ര ബ്ലോക്ക്ഡ് അക്കൗണ്ട്സ് ഉണ്ട്? എത്ര അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്? ഞങ്ങളുടെ അക്കൗണ്ട് തന്നെ ഒട്ടും ഞങ്ങളോട് ചോദിക്കാതെ തന്നെ വേറെ ഞങ്ങളുടെ പോസ്റ്റ് ഒക്കെ എടുത്തിട്ട് കുറെ അങ്ങനെ ആക്കിയിട്ട് കുറെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ബ്ലോക്ക് റിപ്പോർട്ട് അടിച്ച കുറെ അക്കൗണ്ട് ഉണ്ട്. ഓക്കെ. ഓ, നിങ്ങളുടെ വീഡിയോസ് നിങ്ങളോട് ചോദിക്കാതെ വേറെ പേജിലിടും. പിന്നെ ഒരു വട്ടം ഇങ്ങനെ നോക്കുമ്പോ ഫോട്ടോ എടുത്തിട്ട് അവന്റെ പ്രൊഫൈൽ ആക്കിക്ക. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് 2-3 വട്ടമായിട്ട് അങ്ങനെ ചെയ്യില്ല. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ അപ്പൊ നമ്മളോട് ചോദിക്കും, അവരോട് ചോദിക്കും, ഒരാളുടെ സമ്മതം ഇല്ലാതെ ഇടാൻ പാടില്ലല്ലോ, എന്ത് വെച്ചിട്ടിട്ടത് ചോദിക്കും. പിന്നെ അവരിങ്ങനെ പിന്നെ സ്റ്റോറി നമ്മൾ മെൻഷൻ ചെയ്ത പോലെ സ്റ്റോറി ഇടാവര് അങ്ങനെ ഫാനല്ലേ ഫാനാ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഇപ്പൊ തന്നെ ഡിലീറ്റ് ആക്കണം. ഓ, നിങ്ങൾ മെൻഷൻ ചെയ്തു ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട്. ആരാണ് അതൊക്കെ? ഓക്കെ. ഇപ്പൊ ഒരു ഫിലിമിൽ ചെറുതായിട്ട് ഇപ്പൊ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കാനാണ് ആഗ്രഹം? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടോ? ഒരുമിച്ച് ചെയ്യണമെന്നുണ്ട്. ഞാൻ ഒരുമിച്ച് കിട്ടിയ ഞങ്ങൾ അത്ര ഹാപ്പിയാണ്. അല്ലാതെ ഇനിയിപ്പൊ എങ്ങാനും ഇതൊക്കെ വന്നാൽ അപ്പത്തെ ഒരു മൈൻഡ് അനുസരിച്ച് ചെയ്യും. നിങ്ങളിങ്ങനെ എപ്പോഴും ഒരുമിച്ചാണോ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇപ്പം ഒരാൾ ഇപ്പം വേറെ കസിൻസിന്റെ വീട്ടിൽ നിൽക്കാൻ പോവാ, ഒരാൾ വീട്ടിലിരിക്കുക, അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഫുൾ ടൈം നിങ്ങൾ ഒരുമിച്ചാണോ? ഫുൾ ഒരുമിച്ചായിരിക്കും.
ഒരു വട്ടെങ്ങാനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒരു രാത്രി എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പോവുകയും ചെയ്തു. അങ്ങനെ ഒരു വട്ടം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ മാറി ഇരിക്കാൻ തീരെ പറ്റില്ല. അപ്പൊ ഇപ്പം പഠിത്തം റിലേറ്റഡ് ഇപ്പം ഹോസ്റ്റലിൽ പോകേണ്ടി വന്നാലോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടിയൊക്കെ വന്നാൽ എന്താ ചെയ്യും? ഒരുമിച്ച് കിട്ടിയ നല്ലത്, അടിപൊളിയായിട്ട് പോകും. ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. അപ്പൊ കല്യാണം കഴിക്കുമ്പോ എന്താ ചെയ്യും? കല്യാണം കഴിക്കുമ്പോ എന്തായാലും രണ്ടുകൂട്ടി പോകണ്ടേ? അങ്ങനെ അല്ലെങ്കിൽ കല്യാണം കഴിക്കുക അങ്ങനെ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ആ ഒരു മൈൻഡൊന്നും വന്നിട്ടില്ല. ഓക്കെ നമ്മളിപ്പം ചെറിയ 2 ഗെയിംസ് കളിച്ചു. നമ്മുടെ ഒരു വലിയൊരു ടാസ്ക് ഉണ്ട്. നമുക്ക് ആ ടാസ്കിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ബലൂൺസ് ഇരിക്കുന്നില്ലേ, നിങ്ങളുടെ കയ്യിൽ പിന്നുണ്ടല്ലോ. ഓക്കെ, ഞാനിങ്ങനെ ചോദ്യം ചോദിക്കും. അതിന് ആരാണ് ആദ്യം ആൻസർ പറയുന്നത് അവർക്ക് ഈ ബലൂൺ പൊട്ടിക്കാം. ബലൂൺ പൊട്ടിച്ചതിന് ശേഷമേ ആൻസർ പറയാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ആരാണോ ആദ്യം പൊട്ടിക്കുന്നത് അവർ ജയിക്കും. തോക്കുന്ന ആളെ നമ്മൾ ഇതിൽ മുക്കും. സിമ്പിൾ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. തണുപ്പുള്ള ഒരു സ്ഥലം. ഓക്കെ, നെക്സ്റ്റ്. പച്ച നിറത്തിലുള്ള ഒരു 2 സാധനങ്ങൾ. പുല്ല്, പ്ലാവിന്റെ ഇല, പുല്ല്, ഓന്ത്. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മൂവി. ജംഗിൾ ബുക്ക്. ഓക്കെ, ശരി. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഏതെങ്കിലും ഒരു സിനിമ. ആടുജീവിതം. ഞാൻ എക്സ്പെക്ട് ചെയ്ത ആൻസറാ. അടുത്തത്, കേരളത്തിലൊരു ജില്ല. പാലക്കാട്. ഈ കുട്ടി വേറെ ഒന്നും ആലോചിച്ചിരിക്കുക. പൊട്ടിക്കാൻ മറക്കുക ആണല്ലേ? ഇനിയിപ്പോ നമ്മുടെ വെട്ടുന്നത് മേതുവാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോ നമ്മുടെ കർമ്മത്തിലേക്ക് പോവാം. ഈ കുട്ടീനെ ഇങ്ങനെ മുക്കണം. നീച്ചക്കട്ടെ. എണിച്ചിക്കണമൊന്നുമില്ല. വരൂ, അടുത്തേക്ക് വരൂ. അയ്യോടാ, ഇത് പൊട്ടും. അയ്യോ, പകരം ജസ്റ്റ് ഒന്ന് മുക്കിയാ മതിയായിരുന്നു. പകരം അയ്യോ, ബ്ലാക്കിലാവുന്നുണ്ട്. നല്ല രസമുണ്ട്, പക്ഷെ സുന്ദരിയായിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഗെയിമിനെ കുറിച്ച്? അടിപൊളിയായിരുന്നു. എന്ത് തോന്നുന്നു? എനിക്ക് ആദ്യം ഒരു ഇത് കിട്ടിയില്ല, പിന്നെ കളിച്ചപ്പോ മനസ്സിലായിട്ട് ആ ട്രാക്ക് മനസ്സിലായി. അപ്പോഴേക്കും ഗെയിം തീർന്നു. ഓക്കെ, അപ്പം സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മുക്കിയാൽ മതി എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പിടിച്ചത് അമർത്ത കിട്ടിയ അവസരം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കി ഇന്റർവ്യൂയിലേക്ക് പോകാം. അപ്പം എന്തായാലും നമ്മൾ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും. പക്ഷെ എല്ലാവരും പറയുന്ന പോലെ നല്ല ചിരിയാണ്, നല്ല സുന്ദരി കുട്ടികളാണ്. അപ്പോൾ ഇനിയിപ്പോൾ +1 റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ ഞാൻ എന്തായാലും മെസ്സേജ് അയക്കും. എത്ര A+? അത് ഒരു ആകാംക്ഷ. എത്ര A+ ഉണ്ടെന്ന് ചോദിക്കുന്നത് അല്ലേ? നിങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ടോ? ഞാനൊക്കെ 10th, ഇപ്പം എൻ്റെ സിസ്റ്റർ ഇപ്പോൾ +2 കഴിഞ്ഞു. അപ്പൊ എക്സാമിൻ്റെ അന്ന് ഇതുവരെ വിളിക്കാത്ത ആൾക്കാരൊക്കെ വിളിക്കും, മോൾക്ക് എത്ര A+? അങ്ങനെയൊക്കെ. ഞങ്ങൾ ആദ്യം സ്കൂളിന് യൂണിഫോം എടുക്കാൻ വേണ്ടി പോയപ്പോ ആദ്യം ഞാൻ ചോദിച്ചു 2 ഫുൾ A+ അല്ലേ? അപ്പൊ അങ്ങനെ ഞങ്ങൾ പോകുന്നു. ഫുള്ള് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ 10ാം ക്ലാസ് ആയതുകൊണ്ട് ഞങ്ങൾ അറിയണ ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് 10ാം ക്ലാസ് അല്ലേ, ഇനി അധികം വരയും നടന്നു പറഞ്ഞിട്ടൊന്നും വിടാൻ നിക്കണ്ട എന്നുള്ള ഇതില് പറഞ്ഞിട്ടുണ്ട് കുറെ പേര്. ഓക്കെ, അപ്പൊ എന്തായാലും റിസൾട്ട് എപ്പോഴാണ് വരുന്നത്? മെയ്യിലല്ലേ? ഞാൻ മെസ്സേജ് അയക്കാം എത്ര A+ ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ, റിസൾട്ട് ഒക്കെ വരട്ടെ, ആൻഡ് എപ്പോഴും ഒരുമിച്ചുണ്ടാവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.